അമ്മൂമ്മേ, അമ്മൂമ്മേനെ സങ്കടപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ കരയിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ അമ്മൂമ്മയുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞേ. അമ്മൂമ്മയുടെ കൂടെ വരുന്നവരാണെങ്കിൽ അമ്മൂമ്മേനെക്കാളും പ്രായമുള്ളവരാണ്. വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അമ്മൂമ്മനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. വഴി കളഞ്ഞിട്ടിങ്ങ് പോരും അവര്. അവരങ്ങനൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോണം. പിന്നെ പോട്ടെ. പിന്നെ എന്ത് പറയാനാ, പറഞ്ഞിട്ട് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ പോയി അനുഭവിച്ചിട്ട് വരട്ടെ. എന്താന്ന് വെച്ചാൽ കഴിച്ച അമ്മൂമ്മ വെക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മൂമ്മ പോകുന്നതിന്. സത്യമായിട്ട് പറഞ്ഞതാ? പിന്നെ അല്ലാതെ വെറുതെ പറയാൻ പറ്റൂ? ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ എനിക്ക് എന്തൊരു പപ്പ. ഒരാളെ എന്തുറ്റി? അല്ലേട്ടെ, എനിക്ക് പേടിയാവുന്നു. അമ്മൂമ്മ നമ്മളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് വിടുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോ. അത് കുഴപ്പമില്ല, അമ്മൂമ്മയുടെ ആഗ്രഹമല്ലേ, അമ്മ പോയിട്ട് വരേ. കേസു പാരുങ്ക അമ്മാവ. പൊളി കണ്ടോ, എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. വേണ്ടേ, തണുപ്പടിക്കാതിരിക്കാന്, പിന്നെ ചെവിയിലെ കാറ്റടിക്കാതിരിക്കാനുള്ള കുന്ത്രാണ്ടം, പിന്നെ ഇതിനകത്തിലെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. മരുന്നുണ്ട്, കണ്ണടയുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. അമ്മൂമ്മ, മുട്ടുകാണിക്കുള്ള കുഴമ്പെടുത്താ? അത് പിന്നെ എടുക്കാതിരിക്കൂ. ഓഹോ, അപ്പൊ മുട്ടുവേദന ഉണ്ട്. എടാ, ഒരു കരുതല്. കരുതലിനാണെങ്കിലേ ഇപ്പൊ ഇട്ടേക്കുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ, വലിയ ഉപയോഗമൊന്നും ഇല്ല. ഇത് 3 ഇട്ടോണ്ട് പോയാലേ നിന്ന് കിട്ടുകിട്ടാന്ന് വിറയ്ക്കും. ഈ സാധനം ഇട്ടോണ്ടാണ് ഹിമാലയത്തിൽ പോകാൻ പോണത്. നല്ല സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, നാളെ അങ്ങ് വരും. അതുകൊണ്ട് അങ്ങ് പോയച്ചാ മതി. அம்மாக்கு நான் ஊறுகாய் எல்லாம் போட்டு கொடுத்துருக்கேன். அச்சாரு? ஆமா, இஞ்சி ஊறுகாய், வெளுத்துள்ளி ஊறுகாய், நாரங்க ஊறுகாய் எல்லாமே இருக்குடா. കൊള്ളാം. ചേട്ടാ, ഓ, അവിടെ ചെന്നതിന് ശേഷം വയ്യാതായി കഴിഞ്ഞാലേ അങ്ങോട്ട് ആംബുലൻസ് വരുമോ? ഇല്ല, അങ്ങോട്ട് ആംബുലൻസ് ഒന്നും വരൂല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല്, വയ്യാതായി കഴിഞ്ഞാല് ആൾക്കാർ തട്ടി തോള കയറ്റി കൊണ്ടുവരും തന്നെ. അയ്യോ അമ്മൂമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. മീൻസ് ആംബുലൻസ് അങ്ങോട്ട് എത്തൂല, മലയൊക്കെ ആണല്ലോ. അപ്പൊ പിന്നെ അവിടെ ഉള്ള ആൾക്കാര് തൂക്കിയെടുത്തോണ്ട് താഴെ ബേസ് ക്യാമ്പിൽ കൊണ്ടുവരും. പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ല അമ്മ പോയി എന്തിട്ടി എല്ലാം ഇട്ട് റെഡി ആയിട്ടിരിക്കണ പറഞ്ഞല്ലേ? നാളെ അല്ലേ പോണേ? ഒരു കൗതുകം. டேய், நாமெல்லாம் சின்ன குழந்தையா இருக்கும்போது அப்படித்தானே, டூரு போகும்போது டூரு போற தலைனாலே அன்னைக்கு போடுற ட்ரெஸ் எல்லாம் போட்டு பார்ப்போம்ல, அந்த மாதிரி தான். നല്ലായിരുന്നു തന്നെ. അമ്മൂമ്മ, പിന്നെ ഈ റേഞ്ചിന്റെ കാര്യം, അതായത് ഈ മലമുകളിലൊക്കെ ആണല്ലോ പോകുന്നത്, റേഞ്ച് കിട്ടണമെന്നില്ല ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് അത് ആരെങ്കിലും ഒക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, സഹിച്ചേക്കണം. എടാ, ഞാൻ ഭഗവാന്മാരെ കാണാനല്ലേ പോന്നേ, പിന്നെ എന്തിനാടാ എനിക്ക് ഫോൺ റേഞ്ചും ഒക്കെ? ഭഗവാന്മാർ നോക്കിക്കോളൂ എൻ്റെ കാര്യങ്ങളല്ല. കേദാർനാഥ്, ബദരീനാഥ്, ഗംഗോത്രി, യമുനോത്രി, ഞാനൊന്ന് പൊളിക്കും. എനിക്കും കേറ് തന്നെ. അമ്മൂ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നല്ലേ? മോക്ഷത്തിലേക്കുള്ള യാത്രയല്ലേ മോനെ?